അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക. അപ്പോൾ അന്നത്തെ ദിവസം ഉണ്ടല്ലോ, രാവിലെ ഒരു 9 മണിക്കാണ് കേട്ടോ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോണത്. നേരത്തെ പോയിട്ട് പെട്ടെന്ന് അങ്ങ് വരാം എന്ന് വിചാരിച്ചിട്ട്, നോമ്പല്ലേ, ഉച്ചയായ നല്ല ചൂടല്ലേ, അപ്പോൾ പെട്ടെന്ന് വരാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടും പാടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അവരെ എണീക്കുമ്പോൾക്ക് 12 മണിയാവും കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ ചെറിയ മോനൊക്കെ ഉണ്ടല്ലോ, രാത്രി ഒരുപാട് വൈകിട്ടാണ് ഉറങ്ങുക. അതുകൊണ്ട് തന്നെ കുറേ വൈകിട്ടാണ് നീക്കുക. അപ്പോൾ അവരെ എണീക്കുമ്പോൾക്ക് പോയിട്ട് വരാം, അവരെയും കൂട്ടിയിട്ട് വേറൊരു ദിവസം പോകാൻ വിചാരിച്ച്. എല്ലാവരും പാടെ ഒരു ദിവസം പോയാണ്ടല്ലോ, അന്നത്തെ ദിവസം ഫുള്ള് നല്ല ക്ഷീണമായിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പ് ചെയ്യാണ്ടാവും കുട്ടികളെ കൂട്ടിയിട്ട് പോവുകയാണെങ്കിൽ. വീടെല്ലാം പൂട്ടിയിട്ട് കുട്ടികളെ ഒറ്റക്കാക്കിയിട്ട് പോരുകയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. അവിടെ കുട്ടികളെ കുട്ടികളെ ഉപ്പുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പോരുന്നത് കേട്ടോ. കുട്ടികൾക്കെല്ലാം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അവർ രാത്രി പോയിട്ട്, അവരുപ്പയും പാടെ പോയിട്ട് അങ്ങനെ രാത്രി പോയിട്ട് ഷോപ്പ് ചെയ്യലാണ്. എല്ലാവരും പാടെ ഒരു ദിവസം ഇറങ്ങിയാലുണ്ടല്ലോ, അന്നത്തെ ദിവസം ഫുള്ള് ഷോപ്പിംഗ് ആയിട്ട് ഫുള്ള് നല്ല ക്ഷീണമായിരിക്കും, നല്ല ചൂടും. പിന്നെ നോമ്പല്ലേ, നോമ്പിൻ്റെ സമയത്ത് അങ്ങനെ പുറത്തിറങ്ങാറേ ഇല്ല. ആ ഒരു മാസം ഫുള്ള് വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പെരിന്തൽമണ്ണ ഒരു ബെയ്സ എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ലോ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്, ഇതിൻ്റെ മുമ്പ് ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ അടുത്ത് ഓപ്പൺ ചെയ്തൊരു ഷോപ്പാണ് കേട്ടോ അത്. നല്ല കളക്ഷൻസ് ഉണ്ട്. മാക്സി ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഇല്ല, നല്ല കളക്ഷൻസ് ഉണ്ട്. ഷോപ്പിൽ കയറിയുണ്ടല്ലോ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള ഡ്രസ്സ് മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടാവും. എല്ലാതും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അന്നേരം അതങ്ങനെ നോക്കിയിട്ട് ടൈം പോയതേ അറിയണ്ടാവില്ല കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ ടൈം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് എല്ലാം തിരിച്ചെത്താം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഷോപ്പിലെല്ലാം പോയി തിരിച്ചെത്തുമ്പോൾ എന്നും വൈകിട്ടുണ്ടാവും, പ്രത്യേകിച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും, പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും ലേറ്റായിട്ട് തന്നെ തിരിച്ചെത്തുണ്ടാവും. ഈ ഇതിൻ്റെ ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വേറൊരു ഷോപ്പിലോട്ട് പോന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ. പെരിന്തൽമണ്ണയിൽ തന്നെ ഒരു ഷോപ്പാണ്, അവിടെ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യൽ സാധാരണ എല്ലാ ഈദിൻ്റെ ഒന്നും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനും പാടെല്ലാം ഡ്രസ്സെല്ലാം അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഈ വർഷത്തെ ഈദ് ഷോപ്പിംഗ് അങ്ങനെ എൻ്റേത് പെട്ടെന്ന് കഴിഞ്ഞു. ഇനി മക്കൾക്ക് വേറൊരു ദിവസം പോയിട്ട് ഇൻഷാ അല്ലാഹ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനുണ്ടല്ലോ വീട്ടിൽ ബ്രെഡെല്ലാം ഉണ്ടാക്കാൻ നല്ല മടിയുള്ള ദിവസങ്ങൾ ഉണ്ടാവില്ലേ, പ്രത്യേകിച്ച് നോമ്പിൻ്റെ ടൈമൊക്കെ. ആ ഒരു ടൈമിൽ മടി പിടിച്ച ദിവസങ്ങളിൽ ഇവിടെ വന്നിട്ടാണ് കേട്ടോ ബ്രെഡെല്ലാം എടുക്കാറ്. അപ്പോൾ അന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കും മോനൊക്കെ എണീറ്റിരുന്നു കേട്ടോ. പിന്നെ നേരെ കിച്ചണിലോട്ട് കുളിയും ഫ്രഷ് ആവലും നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ മോനക്ക് ഫുഡ് കൊടുക്കാൻ നിന്ന് കേട്ടോ. അവന് ഫുഡ് കൊടുക്കാനുണ്ടല്ലോ ഒരുപാട് ടൈം എടുക്കും, ഫുഡ് കഴിക്കാൻ നല്ല മടിയായിരിക്കും. അപ്പോൾ അവൻ്റെ ഫുഡ് കൊടുക്കലും കഴിഞ്ഞതിന് ശേഷമാണ് അന്നത്തെ നോമ്പ് തുറക്കാനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ പുറത്ത്. അപ്പോൾ അന്നത്തെ ദിവസം കുട്ടികൾ പറഞ്ഞിരുന്നു സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്ന്. നല്ല ക്ഷീണമുണ്ട്, സ്പെഷ്യൽ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ള അതൊക്കെ പോയിരുന്നു കേട്ടോ ക്ഷീണം കാരണം. പിന്നെ അവർ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പെഷ്യൽ റൈസ് തന്നെ ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ഞാൻ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി റൈസാണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കൂലേ, അതുപോലെയൊക്കെ ടൈം എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് ഞാൻ പറയണില്ല, കുറച്ച് ടൈം എടുത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, പാർട്ടിയിൽ സ്റ്റാർ ആവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ കഴിക്കുന്നവർ ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അത്രയും അടിപൊളിയൊരു റൈസാണ് കേട്ടോ. വേറെ റൈസൊന്നുമല്ല, കാബിരി റൈസാണ്. നിങ്ങൾ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ റൈസിനും പിന്നെ കുറച്ച് സമൂസയും പാടെ ഉണ്ടാക്കിയെടുക്കലുണ്ട്. എല്ലാം ഹറി ബറി വെച്ചിട്ടായിരിക്കും കേട്ടോ. അന്നത്തെ ദിവസം കുറച്ച് ലൈറ്റായിട്ടാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ കയറും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ദിവസം. അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ കാബിരി റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ചിക്കൻ വെച്ച് ഉണ്ടാക്കിയെടുക്കണേലേറെ ടേസ്റ്റ് ഒന്നും കൂടെ ബീഫ് വെച്ചിട്ടാണ്.
അപ്പോൾ ഇതാ അതിനായിട്ടുള്ള പാത്രങ്ങളെല്ലാം ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി അങ്ങനെ എടുത്തു വെക്കലാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ കുക്കിംഗ് എല്ലാം തുടങ്ങാറ്. എല്ലാ ഐറ്റംസും അങ്ങനെ റെഡിയാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം എന്നുപോലെ തോന്നും. അപ്പോൾ ഇതാ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലോ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യൂലേ, അതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ബീഫെല്ലാം അത്യാവശ്യം നല്ല വെന്തോട്ടെ, എന്നാലേ ഉള്ളൂ റൈസിനും ബീഫ് മസാലയ്ക്ക് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇതിക്ക് മസാലകളായിട്ട് വേണ്ടത് 1.5 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണിന് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും, പിന്നെ ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് 1 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോ ബീഫിൻ്റെ അളവാണ് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത്. പിന്നെ ഇതാ 1 ടീസ്പൂൺ കബ്സ മസാല, അറബിക് സ്പൈസ് ഏതായാലും കുഴപ്പമില്ല, കബ്സ മന്തി മസാല ഏതായാലും 1 ടീസ്പൂൺ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ബീഫ് ഉണ്ടല്ലോ, ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റും വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് വെന്ത് വരലുണ്ട്. ചില ഗ്യാസിൻ്റെയും കുക്കറിൻ്റെയും ഇതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം കേട്ടോ. ഇനിയിപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് അധികം തന്നെ നെയ്യും പിന്നെ വെളിച്ചെണ്ണയും പാടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലുണ്ടല്ലോ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആക്കി കോരി മാറ്റി വെക്കണം കേട്ടോ. നമ്മൾ തലശ്ശേരി ദം ബിരിയാണിക്കൊക്കെ ചെയ്യൂലേ, പിസ്ത ചെയ്യാറില്ലേ, അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യുക, നെയ്യിനും വെളിച്ചെണ്ണയ്ക്കും പകരമായിട്ട് കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നെയ്യ് വെളിച്ചെണ്ണയും പാടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി അങ്ങനെ ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആക്കിയ പോലെ തന്നെ ആക്കിയെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ലാസ്റ്റിക്ക് ഉള്ളതാണ് കേട്ടോ, കുക്കിങ്ങിൻ്റെ ലാസ്റ്റിക്ക് ഉള്ളതാണ്. ഇത് ഫസ്റ്റ് തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഓയിൽ നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ, കാബിരി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു ക്യാരറ്റ് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് അതും പാടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അതും പാടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഒരു സ്ട്രെയിനറിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. എന്നുണ്ടല്ലോ ക്രിസ്പി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്പിനെസ് പോകും ലാസ്റ്റ് ആകുമ്പോഴേക്ക്. ഇനിയിപ്പോൾ കുറച്ച് ക്യാഷ്യും പാടെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്, അതും പാടെ ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു റൈസ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ വേറൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് കേട്ടോ കാബിരി മസാല ഉണ്ടാക്കാൻ പോണത്. കാബിരി മസാലയ്ക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഓയിലുണ്ടല്ലോ, നെയ്യ്, അതും പാടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടെ അതിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 സവാള ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 3 സവാള ഒന്ന് ഫ്രൈ ആക്കിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. 3 സവാള തന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. കബരി മസാല ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോലെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ സവാള. അപ്പോൾ ഇനി ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കുക. ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി, ഒരു 3-4 പീസ് ഇഞ്ചി, ഒരു 3 പച്ചമുളക്, ഇതെല്ലാം പാടെ ഒന്ന് ചതച്ചിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് 4 തക്കാളിയാണ് കേട്ടോ. അത് 2 തക്കാളി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. 2 തക്കാളി കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 3 കപ്പ് അരിയും 3/4 കിലോ ബീഫുമാണ് കേട്ടോ. അതിക്കുള്ള അളവാണ്. ബീഫിൻ്റെ അളവും റൈസിൻ്റെ അളവും ഒക്കെ കൂട്ടി കൊടുക്കുമ്പോൾ മസാലയുടെയും തക്കാളിയുടെയും എല്ലാം അളവ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചോറിനുള്ള റൈസ് വേവിക്കാനുള്ളത് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏലക്ക, പട്ട, ഗ്രാമ്പു എല്ലാം ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഉണ്ടല്ലോ, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങാനീരും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ തക്കാളി ഒന്ന് കുക്കായി വന്നതിന് ശേഷം അരച്ച് വെച്ച 2 തക്കാളി ഉണ്ടല്ലോ അതും പാടിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി നെയ്യ് തെളിഞ്ഞ് വരുന്നത് വരെ, നമ്മൾ ഒഴിച്ച നെയ്യും എണ്ണയൊക്കെ ഉണ്ടല്ലോ അതൊന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നാലുള്ളൂ മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഉടനെ ധൃതി പിടിച്ചെടുത്ത കാര്യം ചെയ്തു പോയാൽ ടോട്ടലി ടേസ്റ്റ് മാറിപ്പോവും കേട്ടോ. ഇനിയിപ്പോൾ ഒരു പിടി പുതിനയില, മല്ലിയില എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് വരുമ്പോൾ ഇനി ഇതിലോട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂണ് കപ്സ മസാല, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ബീഫ് കുക്കാക്കി വെച്ചപ്പോൾ ഞാൻ ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടു പോയതാണ്. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടില്ല. ആ ഒരു ടൈമിൽ 1/2 ടീസ്പൂണ് ഗരം മസാലയും പാടെ ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചിരിക്കുന്നത് കേട്ടോ. ടോട്ടലി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേവിച്ച് വെച്ച ബീഫും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് 1 ചെറുനാരങ്ങൻ്റെ ജ്യൂസാണ് കേട്ടോ. അതും പാടെ ഒഴിച്ചു കൊടുക്കുക. തൈര് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ചെറുനാരങ്ങനെ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു മുസമ്പി ആണ് കേട്ടോ. ഇതെന്തായാലും ഇട്ട് കൊടുക്കണം. എന്നാലുള്ളൂ ആ കാബരി മസാലയ്ക്ക് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കാതെ ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുക്കുക കേട്ടോ. 1 മുസമ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു അത്യാവശ്യം വലിയൊരു സൈസ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി ഈ ഒരു മസാലയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു മസാലയ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക കേട്ടോ. ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുക. ബാക്കി റൈസ് ഇടുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കാബരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഗീ റൈസിൻ്റെ കൂടെയൊക്കെ ഈ ഒരു മസാല ആയിട്ട് കഴിക്കാനും അടിപൊളിയാണ്. ഇനിയിപ്പോൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് മസാലയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ആയി കിട്ടുള്ളൂ കേട്ടോ. ഇതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം, എന്നാലുള്ളൂ ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതും പാടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ കാബരി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. ചൂടോട് കൂടി തന്നെ റൈസ് വേവിച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മുസമ്പിയുടെ ജ്യൂസ് ഉണ്ടല്ലോ നേരത്തെ മാറ്റി വെച്ച് അതും, പിന്നെ ഫ്രൈ ആക്കി വെച്ച ക്യാരറ്റ്, ഉള്ളി, കാഷ്യൂ ഒക്കെ ഉണ്ടല്ലോ അതും പാടെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല കളർഫുള്ളായി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളറ് 1/2 ടീസ്പൂണ് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അവിടെ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യണില്ല, ജസ്റ്റ് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഫുഡ് കളറ്, റെഡ് ഫുഡ് കളറ്, ഗ്രീൻ ഫുഡ് കളറ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളർഫുള്ളായിട്ട് കിട്ടും. പക്ഷെ അത് ടേസ്റ്റിനെ ബാധിക്കൂല കേട്ടോ. ടേസ്റ്റ് ഫുഡ് കളർ ഇട്ടു എന്ന് വിചാരിച്ച് ടേസ്റ്റ് കൂടിപ്പോവുക ഒന്നും ചെയ്യൂല. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. ഞാനിപ്പോൾ അതൊന്നും ചെയ്യണില്ല കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും
നേരത്തെ ഫ്രൈ ആക്കി വെച്ച കാഷ്യൂ ഇതൊക്കെ എല്ലാ ലെയറിലും അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിൽ കുറച്ച് നെയ്യും പാടെ ഇട്ട് കൊടുക്കുക കേട്ടോ, ഒഴിച്ചു കൊടുക്കുക. ആ റൈസിലൊക്കെ ഒരു നല്ലൊരു എണ്ണമഴ ഉണ്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാക്കി വന്ന മുസമ്പി ജ്യൂസും പാടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, മുകളിൽ കുറച്ച് കനലുണ്ടല്ലോ, അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെമ്പിലൊക്കെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് സമൂസ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ ഇനി എല്ലാം ഹറിബറി ചെയ്യാണ്ടായിരിക്കും കേട്ടോ, കാരണം ടൈം നല്ലോണം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം, ജ്യൂസ് എല്ലാം റെഡിയാക്കി എടുക്കണം. ആ ഒരു സമയത്ത് തന്നെ സമൂസ എല്ലാം ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ടേബിളുമ്പോൾ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല, കുറച്ച് മാത്രം ഐറ്റംസ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും കേട്ടോ നമ്മളെ നോമ്പ് തുറ. ഇതെല്ലാം കഴിക്കുമ്പോൾ തന്നെ വയറ് നന്നായിട്ട് ഫില്ലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ മെയിൻ ഫുഡ് കഴിക്കുക, തറാവി നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഒരു രാത്രി ഒരു 10 മണിക്കാണ് മെയിൻ ഫുഡായിട്ട് റൈസ് എല്ലാം കഴിക്കുക. റൈസ് ആണെങ്കിലും ഇനി പത്തിരി ഐറ്റംസ് അങ്ങനത്തെ എല്ലാതാണെങ്കിലും തറാവി നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഫുഡും കിച്ചൺ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു റൈസ് തന്നെയാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിൻ്റെ അന്ന് ഉണ്ടാക്കിക്കോ, ഒരു പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ ബൈ.